അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുഅ്മിനീൻ അഷ്റഫുൽ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളെ, ഏറ്റവും ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധിയെഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമേ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ അതിന് തൗഫീഖ് നൽകുമാറാട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനം കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിക്ക് പോലും കാരണമാണ് അഷ്റഫുൽ ഹൽഖത്ത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തു റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എൻ്റെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിപ്പിന് പോലും കാരണമാണ് ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗലാ കലിമാ ഹലകതൽ അഹ്ലാക്, നബിയെ അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കുമായിരുന്നില്ല എന്നായിരുന്നു. അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച ആ തിരുനബിയെ അതിരറ്റ സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മഹ്ശറ വൻസഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യനു മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വനബിമാരുടെയും രക്ഷ തേടുമ്പോൾ അവർക്ക് രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. സഹോദരങ്ങളെ, അറേബ്യയുടെ മണൽ പരപ്പിൽ കത്തുന്ന സൂര്യന് മുന്നിലും ഖുറൈശികളുടെ ഭീഷണിക്ക് മധ്യേ അള്ളാഹുവിനെ സർവ്വം സമർപ്പിച്ച് തിരുനബിയോളം സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത്? ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭുത്വ പ്രസംഗം ഞാനിവിടെ അവസാനിക്കുന്നു. വാഹിറ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.